ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് സുമീസ് കിച്ചണിലൂടെ ഒരു വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോതമ്പ് വെള്ളയപ്പം. എല്ലാവരും അരി വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എങ്കിൽ നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വെള്ളയപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി 2 കപ്പ്, പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു 10-15 മിനിറ്റ് മുമ്പ് കലക്കി വെച്ചത്. ഇതുകൂടാതെ ചൂടുവെള്ളം. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് ഒരു 3 സ്പൂൺ പാലാണ്. അതിലേക്ക് ഒരു മൂടി ഈസ്റ്റ്, ഒരു സ്പൂൺ പഞ്ചസാര. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് വേണമെന്ന് നിർബന്ധമില്ല, പാലുണ്ടെങ്കിൽ നല്ലതാണ്. ഇതുകൂടാതെ ചൂടുവെള്ളം. ഒരു ഇഡ്ഡലി മാവിന്റെ പാകത്തിന് നമുക്ക് കലക്കി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അത് കുട്ടികൾക്കൊക്കെ ഇപ്പം കറിയൊന്നും കൂട്ടി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസിൽ പഞ്ചസാര പറയാതിരുന്നത്. ഇത് നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉടച്ചെടുക്കാം. അതിന് വേണ്ടി വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ടായാലും പതുക്കെ കട്ടയൊക്കെ ഉടച്ചെടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കട്ടയൊക്കെ മാറ്റി നമ്മൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ, ഇതാണ് പാകം, ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം കൂട്ടരുത്, ബിക്കോസ് നമുക്ക് എടുക്കാൻ നേരത്ത് ഇനി തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു 8 മണിക്കൂർ നേരം ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കും. ഇപ്പോൾ ഇത് ഏകദേശം 7-8 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് അപ്പത്തിന് പാകത്തിന് ആക്കിയെടുക്കാം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് വെള്ളയപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം നന്നായിട്ട് പൊങ്ങിക്കഴിഞ്ഞു. നമുക്കിനി ചുട്ടെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞു. മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വെള്ളയപ്പം റെഡി ആയിരിക്കുകയാണ്. സൈഡൊക്കെ മൊരിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്.